ഹലോ, വെൽക്കം ബാക്ക്. ജസ്റ്റ് ഈസി ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. 5ാം ഘട്ട ഖാദി ബോർഡ് LDC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ചോദ്യങ്ങൾ, ഏതൊക്കെ ഭാഗമാണ് നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ മുൻപ് 4 ഫേസുകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. 4 ഫേസുകളിലും ആവർത്തിച്ച ചോദ്യം ഉറപ്പായിട്ടും 5ാമത്തെ ഫേസിലും ആവർത്തിക്കും. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ കണക്കിൽ നിന്നും ആ ചോദ്യങ്ങൾ മസ്റ്റായിട്ടും പഠിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കുക. ഓക്കെ, ഒട്ടും സമയം കളയേണ്ട. ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ. നമ്മൾ ഓരോ ക്ലാസ്സും ഇടുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും എല്ലാം നന്നായിട്ട് മനസ്സിലാവാനും പഠിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ആ വീഡിയോസ് എല്ലാം തന്നെ കാണാനും കൂടെ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ പഠിച്ചും കൂടെ പോവുക. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്കറിയാലോ, 4 ഘട്ടങ്ങളാണ് ഇതിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫേസ് 1 ഒക്ടോബറിലായിരുന്നു, ഫേസ് 2ഉം 3ഉം നവംബറിലായിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫൈനലി ഫേസ് 4 നടന്നത് ഡിസംബറിലായിരുന്നു. അപ്പൊ ഈ എല്ലാ ഫേസിലും ആവർത്തിച്ച് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒരേ ഭാഗത്ത് നിന്നും പല പല ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എന്താണെങ്കിലും ആ ടോപ്പിക്കുകൾ മസ്റ്റായിട്ടും പഠിക്കണം. കാരണം ആ ടോപ്പിക്കുകൾ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത 90% മുകളിലാണ്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെയാണ് ശരാശരി. കണ്ടോ, 4 ഫേസുകളിലും ശരാശരിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ശരാശരിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അതിന്റെ തിയറി ബേസ്ഡ് ഒരു ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ശരാശരിയിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് കട്ടായ രീതിയിൽ വളരെ നിമിഷം കൊണ്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം പോയി തിയറി പഠിക്കുക. തിയറി പഠിച്ചതിന് ശേഷം നമുക്ക് അതിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ശരാശരി ചോദ്യങ്ങളെങ്കിലും സോൾവ് ചെയ്ത് പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മുടെ ഈ കഴിഞ്ഞിട്ടുണ്ടെന്ന 4 ഫേസുകളിലും 4 രീതിയിലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഫേസിലെ ചോദ്യം തെറ്റായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യം അതിൽ നിന്ന് ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മസ്റ്റായിട്ടും പഠിക്കണം. ഓക്കെ, ഇനി രണ്ടാമത് സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. നമ്മുടെ സമയവും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, നമുക്ക് 4 ഫേസുകളിലും അതിൽ നിന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ചില ഫേസിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചത്. മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർ ആക്കുന്ന രീതിയിലുള്ള കൺവേർഷനുകളും നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 4 ഫേസിലും നമുക്ക് എന്തെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു? ഈ സമയവും ദൂരവും, സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതും എന്ത് ചെയ്യണം, ചെയ്തു പഠിക്കണം. അതിൻ്റെയും ഇതുപോലെ നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ എൻ സ്ക്രീനിലും കൊടുക്കാം. കാണാൻ താല്പര്യമുള്ള കുട്ടികൾ പോയി കണ്ടു പഠിക്കുക. ഓക്കെ, അതുകൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ഈ 4 ഫേസിന്റെയും മാത്സ് ആൻഡ് റീസണിങ് ചോദ്യങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പ്രൊഫൈൽ. എൻ്റെ ചാനലിൽ നിങ്ങൾ കയറി കഴിയുമ്പോൾ പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. പ്ലേലിസ്റ്റിനകത്തേക്ക് പോവുകയാണെങ്കിൽ അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സോൾവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കും കേട്ടോ. അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളുടെ എല്ലാ വീഡിയോസും അവൈലബിൾ ആണ്. അതിനുള്ളിൽ തന്നെ LDC ഖാദി ബോർഡ് ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 എന്നും പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ആദ്യം ഒരു തവണയെങ്കിലും എല്ലാ ചോദ്യങ്ങളും മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രയോജനം, നമുക്ക് അത്രയും ചോദ്യങ്ങൾ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ 4 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാറ്റേൺ ഉള്ള ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കാണ് സമയവും ദൂരവും മസ്റ്റായിട്ടും പഠിക്കണം. എസ്പെഷ്യലി കൺവേർഷനുകൾ പഠിക്കണം കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് എങ്ങനെ കിലോമീറ്റർ പെർ അവർ ആകും, മീറ്ററിനെ എങ്ങനെ കിലോമീറ്റർ ആക്കാം, സെക്കൻഡിനെ എങ്ങനെ മണിക്കൂർ ആക്കാം, ഇതെല്ലാം പഠിച്ചു വെക്കുക. ഓൾറൈറ്റ്, ഇനി അടുത്തത് മൂന്നാമത്തെ നമ്മുടെ ടോപ്പിക്ക് ശ്രേണികൾ, അല്ലെങ്കിൽ എന്ത് വിളിക്കാം, സീരീസ് എന്ന് നമുക്ക് വിളിക്കാം കേട്ടോ. ശ്രേണികൾ അല്ലെങ്കിൽ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫേസിൽ 2 ചോദ്യങ്ങളൊക്കെയാണ് ശ്രേണികളിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എല്ലാ ഫേസിലും ശ്രേണികളിൽ നിന്നുള്ള ചോദ്യം, നമ്പർ സീരീസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചിലതൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും, ചിലതൊക്കെ കുറച്ച് ട്രിക്കി ആയിരിക്കും. അപ്പൊ എന്താണെങ്കിലും ശ്രേണികളിനെ ബേസ് ചെയ്തിട്ട് എല്ലാ ഫേസിലും ചോദിച്ച ചോദ്യങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്ത് പഠിക്കുക. അതുകൂടാതെ എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്രയും ക്വസ്റ്റ്യൻസ്
ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിനകത്ത് ശ്രേണികളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുൻ വർഷങ്ങളിലെ ഏത് ചോദ്യ പേപ്പർ എടുത്താലും നിങ്ങൾക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് അങ്ങനെ ചെയ്തു പഠിക്കുക. ശ്രേണികൾ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മസ്റ്റായിട്ട് നമുക്കൊരു ചോദ്യം 5ാമത്തെ ഫേസിലും ഉണ്ടാകും. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എസ്പെഷ്യലി ഫ്രം ഫ്രാക്ഷൻ കേട്ടോ. നമ്മുടെ ഭിന്നസംഖ്യകളും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് ഡെസിമലുകൾ, ദശാംശ സംഖ്യകൾ. ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും പഠിക്കുക. മിക്സഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും പഠിക്കുക. ഫ്രാക്ഷനിൽ നിന്നും ഓരോ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒരു തവണ മിക്സഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്ന സംഖ്യകളെ കൂട്ടാനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു തവണ സാധാരണ ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ എന്താക്കാൻ, ഡെസിമൽ ആക്കാൻ, ദശാംശ സംഖ്യ രൂപത്തിൽ എഴുതാനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സമയത്ത് നേരിട്ട് കുറേ ഫ്രാക്ഷനുകൾ തന്നിട്ട് അവരെ കൂട്ടാനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഫ്രാക്ഷനുകൾ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും പഠിക്കുക. നമ്മൾ ഓൾറെഡി 2 ക്ലാസ്സുകൾ ഭിന്നസംഖ്യകളും അതുപോലെ തന്നെ മിശ്ര ഭിന്നസംഖ്യകളും എന്നും പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. തിയറി അറിയില്ലെങ്കിൽ മസ്റ്റായിട്ട് അത് പോയി കണ്ടു പഠിക്കണം. ഇനി സമയമില്ലല്ലോ, എക്സാം എത്തി, ഇനി ഇതൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഉള്ളതോടെ മറന്നു പോകുന്നൊന്നും വിചാരിക്കരുത്. ഉറപ്പായിട്ടും ചോദിക്കും എന്ന് നമുക്ക് അറിയാമെങ്കിൽ മസ്റ്റായിട്ടും ആ ടോപ്പിക്ക് പഠിച്ചിട്ട് പോവുക. കാരണം നമുക്ക് 1 മാർക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷനും ഡെസിമലും സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ടും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനി ദശാംശങ്ങളുടെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം, ഒരു ദശാംശ സംഖ്യ തന്നിട്ട് അതിനെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുക. ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യയാക്കി എഴുതാൻ പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 0.025, ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യയാക്കി എഴുതാം എന്നാണ് ചോദിക്കുന്നതെങ്കിലോ 0.025 നമുക്ക് എങ്ങനെ എഴുതാം, 25 പോയിന്റ് കഴിഞ്ഞ് എത്ര സംഖ്യ, 3 സംഖ്യ, അപ്പൊ താഴെ എത്ര 0, 3 0 വരും. ഇത്രയും ചെയ്യാനൊക്കെ പല കുട്ടികൾക്കും അറിയായിരിക്കും. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടാവില്ല. പകരം ഇതിനെ വെട്ടിക്കുറച്ചിട്ടുള്ള ആൻസർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞാൻ 5 വെച്ച് വെട്ടിയപ്പോൾ എന്ത് വന്നു, 5 × 5 25, 5 × 20 1000 എന്ന് കിട്ടി. വീണ്ടും വെട്ടാലോ, 1 × 5 5, 5 × 40 ആണ് 200 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആൻസർ എത്ര വന്നു, 1/40 എന്ന് വന്നു. കണ്ടോ, അപ്പൊ ഈ രീതിയിലായിരിക്കും ഓപ്ഷനിൽ കിടക്കുക 1/40. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ആൻസർ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും സിംപ്ലിഫൈഡ് ആയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കട്ട് ചെയ്ത് കുറയ്ക്കുക. എന്നിട്ട് ആ ആൻസർ നമ്മുടെ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ അറിയണം കേട്ടോ. ഒരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ ദശാംശ സംഖ്യയാക്കാനും പഠിക്കണം. ഒരു ദശാംശ സംഖ്യ തന്നു കഴിഞ്ഞാൽ അതിനെ ഭിന്നസംഖ്യ ആക്കാനും പഠിക്കണം. ദശാംശ സംഖ്യ എങ്ങനെ ഭിന്നസംഖ്യയാക്കാം, ഒരു ഫ്രാക്ഷൻ തന്നു 1/2, ഇതിനെ എന്താണ് ഡെസിമൽ അല്ലെങ്കിൽ ദശാംശ രൂപത്തിൽ എഴുതാൻ പറഞ്ഞാൽ 1നെ എന്ത് ചെയ്യുക, 2 ഹരിക്കുക, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അപ്പൊ 0.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ, ഇതിപ്പോ ഒരു സിമ്പിൾ ആയ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പൊ താഴെ തന്നിരിക്കുന്ന സംഖ്യ വെച്ചിട്ട് മുകളിൽ തന്നിരിക്കുന്ന സംഖ്യയെ ഹരിച്ചു നോക്കുക. കിട്ടുന്ന കോഷ്യന്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഹരണഫലം എടുത്തിട്ട് ഉത്തരമായിട്ട് എഴുതുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇവരെ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നത്. ചോദ്യങ്ങൾ ആവർത്തിച്ചിരുന്നു, അതുകൊണ്ട് ഈ തവണയും നമുക്ക് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക്കുകൾ മസ്റ്റായിട്ടും പഠിക്കുക. കഴിഞ്ഞിട്ടില്ല, നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്തതാണ് ഏജസ് കേട്ടോ, വയസ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് എല്ലാ ഫേസിലും ആവർത്തിച്ചിരുന്നു. പല രീതിയിലുള്ള ചോദ്യങ്ങൾ, അത്യാവശ്യം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും നിങ്ങൾ ആ 4 ഫേസിൽ ചോദിച്ച ചോദ്യങ്ങളെങ്കിലും നിർബന്ധമായിട്ടും പഠിക്കുക. ഏജിൽ നിന്നും നമ്മൾ ചോദിച്ചിട്ട് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും പോയി കാണുക. അത് കാണുമ്പോൾ കുറേ ചോദ്യങ്ങൾ അങ്ങനെ നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിന്റെ സ്ട്രാറ്റജി മനസ്സിലാവും. ഏത് രീതിയിലാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരിക എന്നും മനസ്സിലാവും. ഇങ്ങനത്തെ ചോദ്യം വന്നാൽ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നും മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഏതാണ് വയസ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് മിസ്സാക്കരുത്. അടുത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കേട്ടോ, നമ്മുടെ ലാഭവും നഷ്ടവും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എല്ലാ പരീക്ഷയ്ക്കും പറയാറുള്ളതാണ്, ലാഭവും നഷ്ടവും ഇല്ലാത്ത ചോദ്യ പേപ്പറുകൾ തന്നെ ഉണ്ടാവില്ല. ലാഭവും നഷ്ടവും, ശ്രേണികൾ, ഇതൊക്കെ നമ്മുടെ മാൻഡേറ്ററി ടോപ്പിക്കുകളാണ്. എന്താണെങ്കിലും ഇതിനുള്ള ചോദ്യങ്ങൾ എക്സാമിന് ഉണ്ടാവും. അപ്പം ലാഭവും നഷ്ടവും, ലാഭശതമാനം എങ്ങനെ കണ്ടുപിടിക്കാം,
നഷ്ടശതമാനം എങ്ങനെ കണ്ടുപിടിക്കാം, വാങ്ങിയ വില എങ്ങനെ കാണാം, വിറ്റ വില എങ്ങനെ കാണാം. പ്രധാനമായിട്ടും ഈ 4 ചോദ്യങ്ങളാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക, പ്രിപ്പയർഡ് ആയിട്ട് എക്സാമിന് പോവുക. ഇതിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്, അറിയാത്ത കുട്ടികൾ പോയി കാണുക, പഠിക്കുക കേട്ടോ. സ്ഥാനനിർണയം. ഈ സ്ഥാനനിർണയത്തിനുള്ള ചോദ്യങ്ങൾ എല്ലാ ഫേസിനും ഉണ്ടായിരുന്നില്ല, പക്ഷെ 1-2 ഫേസുകളിൽ ഒരുപോലെ ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന ഫേസിൽ ചോദിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ചോദിക്കാം, കാരണം 2 ഫേസിൽ ചോദിച്ചല്ലോ. അതുകൊണ്ട് ചിലപ്പം അടുത്ത 2 ഫേസിൽ ചോദിക്കാതെ ഇതിൽ ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും അത് പഠിച്ചു വെക്കുക. അതിൽ 3 പാറ്റേണുകളാണ് വരുന്നത്. ഒരു സ്ഥാനം ഫ്രണ്ടിൽ നിന്നോ ബാക്കിൽ നിന്നോ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥാനം തരും, ആകെ കുട്ടികളുടെ എണ്ണം തരും, മറ്റേ സ്ഥാനം കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ 2 കുട്ടികൾ ഉണ്ടാവും, ഒരാളുടെ പുറകിൽ നിന്നുള്ള സ്ഥാനവും മറ്റേ ആളുടെ മുന്നിൽ നിന്നുള്ള സ്ഥാനവും തരും. ഇത് ഇവരുടെ ഇടയിൽ എത്ര കുട്ടികളുണ്ട് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ അങ്ങനെ 1-2 പാറ്റേൺ നമുക്ക് ആകെ ഇതിനകത്ത് നിന്ന് പഠിക്കാനുള്ളൂ. അത് 3ഉം പഠിക്കുക. മസ്റ്റായിട്ടും എൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. റാങ്കിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് തന്നെ ഞാൻ അതിൻ്റെ എടുത്തിട്ടുണ്ട്. പറയില്ലെങ്കിൽ ആ ക്ലാസ് പോയി കാണണം. ഓക്കെ, കാണണം എന്ന് പറയുന്നത് നമുക്കിത് എല്ലാ എക്സാമിനും ആവശ്യമാണ്. നിങ്ങൾ ഇപ്പോഴേ ഇത് പഠിക്കുകയാണെങ്കിൽ മുന്നോട്ട് വരുന്നത് എക്സാമുകളുടെ ഒരു സുവർണ കാലഘട്ടമാണ്. ഇഷ്ടം പോലെ പരീക്ഷകളാണ്. അപ്പം എല്ലാ എക്സാമിനും അത് ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ടോപ്പിക്ക്. അടുത്തതാണ് കലണ്ടർ. കലണ്ടറിൽ നിന്നും എല്ലാ ഫേസുകളിലും ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ഇല്ലായിരുന്നു, പക്ഷേ നമുക്ക് എന്താണ് ഒഴിവാക്കാൻ പറ്റാത്തൊരു ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ കലണ്ടർ. കലണ്ടറും ക്ലോക്കും പഠിക്കുക. കാരണം കലണ്ടറിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇനി അടുത്തത് ചിലപ്പോൾ ക്ലോക്കിൽ നിന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാം. ഈ കലണ്ടറും ക്ലോക്കും ഒന്നും നമ്മുടെ സിലബസിൽ ഒഫീഷ്യലി പറയുന്ന ടോപ്പിക്കുകളല്ല, പക്ഷെ നമുക്ക് എന്താണ് അത് പഠിച്ചേ പറ്റുള്ളൂ. കാരണം അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻ ഫേസുകളിൽ ചോദിച്ചത് കൊണ്ട് തന്നെ വരുന്ന ഫേസുകളിലും ചോദിക്കാം. അപ്പോൾ ദിവസം കണ്ടുപിടിക്കാനും വർഷം കണ്ടുപിടിക്കാനും ഒക്കെ ഏത് രീതിയിൽ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റണം. കലണ്ടറിന്റെ ക്ലാസ്സും ക്ലോക്കിന്റെ ക്ലാസ്സും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ക്ലോക്ക് ജസ്റ്റ് ഈസി ലേണിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നമ്മുടെ വീഡിയോ കാണിക്കും. കലണ്ടർ ജസ്റ്റ് ഈസി ലേണിംഗ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ നമ്മുടെ വീഡിയോ കാണിക്കും. അപ്പോൾ ഏത് ടോപ്പിക്കാണോ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ജസ്റ്റ് ഈസി ലേണിംഗ് എന്നുള്ള നമ്മുടെ ചാനലിലെ പേരും കൂടെ വെച്ചിട്ട് സെർച്ച് ചെയ്താൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണാവുന്നതാണ് കേട്ടോ. അപ്പം അതും പഠിക്കുക. അടുത്ത ടോപ്പിക്ക് സിംപ്ലിഫിക്കേഷൻ. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില കാണുന്ന ചോദ്യങ്ങൾ കേട്ടോ. അപ്പം എക്സിന്റെ വില കാണുന്ന ചോദ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ബോഡോമസ് റൂള് നമുക്കറിയാലോ, ഗുണിക്കുക, ഹരിക്കുക, കൂട്ടുക, കുറയ്ക്കുക, അങ്ങനെ സൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ തരും. ചിലപ്പോൾ നമ്മളോട് പറയും പ്ലസ് എന്നതിനെ മൈനസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്, ഹരണം എന്നതിനെ ഗുണനമായിട്ട് എടുക്കണം. അങ്ങനെ മാത്തമാറ്റിക്കൽ സയൻസ് ഇന്റർ കൺവേർഷൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും തരാം, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ എക്സിന്റെ വില കാണാൻ തരാം. അതും അല്ലെങ്കിൽ നോർമലി നമ്മൾ ഇപ്പം എന്താ പറയുക 10 + 6 ഡിവൈഡഡ് ബൈ 3 ഗുണം 6. അപ്പം ഇങ്ങനെ കുറേ സൈനുകൾ ഒരുമിച്ച് ബോഡോമസ് റൂൾ അനുസരിച്ച് സോൾവ് ചെയ്യേണ്ട രീതിയിലുള്ള ചോദ്യങ്ങളും തരാം. സിംപ്ലിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് അതിൽ നിന്ന് ഒരു 2-3 ചോദ്യങ്ങളൊക്കെ ഓരോ തവണയും ചോദ്യപേപ്പറിൽ വരാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, കണക്കിൽ 20 മാർക്ക്. അപ്പം 3 മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. നമുക്ക് വലിയ കഷ്ടപ്പാടില്ലാതെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പം ഏത് രീതിയിലൊക്കെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതുകൊണ്ട് അതും പഠിക്കുക. സിംപ്ലിഫിക്കേഷൻ എന്താണെങ്കിലും പഠിക്കണം. അതിപ്പം ഏത് ഫേസിൽ ചോദിച്ചില്ല എന്ന് പറഞ്ഞാലും അത് പഠിക്കണം, കാരണം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അടുത്തതാണ് ജോമെട്രി. ജോമെട്രി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഈ ജോമെട്രിക്ക് അകത്ത് നിന്നും നമ്മുടെ ചതുരത്തിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ സമചതുരത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടായിരുന്നു, ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ചതുരത്തിന്റെ ഏരിയ പരപ്പളവ് കാണാനും അതുപോലെ തന്നെ സമചതുരത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു പരപ്പളവ് ഏരിയ കാണുന്ന ഒരു ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ ആണ് നീളം ഗുണം വീതി. നീളവും വീതിയും കൂടെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, പരപ്പളവ് കിട്ടും. അപ്പൊ ഇതിനെ ഞാൻ നീളം എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ വീതി എന്ന് വിളിച്ചു. ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി, പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കിട്ടും. ഇനി ഇത് ബി ആണെങ്കിൽ ഇതും ബി ആയിരിക്കും, ഇത് എൽ ആണെങ്കിൽ ഇതും എൽ ആയിരിക്കും. ചുറ്റളവ് കാണാനാണ് ചോദിക്കുന്നതെങ്കിലോ 2 × L + B ചെയ്യുക, അല്ലെങ്കിൽ 4 വശങ്ങളും കൂടെ കൂട്ടുക, അത്രയേ ഉള്ളൂ. 4 വശം കൂട്ടിയാൽ ചുറ്റളവ് കിട്ടും. ഇനി നേരെ മറിച്ച് സമചതുരം ആണെങ്കിലോ ഒരു വശം എ ആണെങ്കിൽ 4 വശവും എ തന്നെ ആയിരിക്കും. ഇപ്പൊ 4A ആണ് നമ്മളുടെ ചുറ്റളവ് എന്ന് പറയുന്നത്. 4A കൂടെ കൂട്ടിയാൽ മതി. അതേസമയം പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് എന്തായിരിക്കും, A² ആയിരിക്കും.
ഓക്കെ, വിസ്തീർണം കാണാൻ എന്ത് ചെയ്യാൽ മതി? എ സ്ക്വയർ, എയുടെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്താൽ മതി. അങ്ങനെ വേണമെങ്കിലും ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ക്വസ്റ്റ്യൻ വന്നാലും ഇതിനെ ബേസ് ചെയ്ത് തന്നെ വരാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ വിസ്തീർണം അല്ലെങ്കിൽ ചുറ്റളവ് ഇത് രണ്ടും ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കാനുള്ളൂ. അപ്പോൾ അത് മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ജസ്റ്റ് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അടുത്ത് ലസാഗുവും ഉസാഖയും കേട്ടോ. ലസാഗുവും ഉസാഖയും എന്താണെങ്കിലും പഠിക്കണം. എന്തുകൊണ്ടാണ്? നമുക്കറിയാലോ, നമ്മുടെ കഴിഞ്ഞ LGS പരീക്ഷകളിൽ എല്ലാ ഫേസുകളിലും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി LDC ഖാദി ബോർഡിലേക്ക് വന്നപ്പോൾ എല്ലാ ഫേസിലും ഇല്ലായിരുന്നു. എന്നാലും ലസാഗുവിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഡയറക്റ്റ് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാവട്ടെ നേരിട്ട് ഉസാഖ കണ്ടുപിടിക്കാനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ലസാഗുവും ഉസാഖയും തള്ളിക്കളയരുത്, ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. എങ്ങനെ ലസാഗു എടുക്കാം, എങ്ങനെ ഉസാഖ എടുക്കാം, ഇവരെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏത് രീതിയിൽ അതിനെ ബേസ് ചെയ്ത് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം 2, 3, 5 ഇതിൻ്റെ ലസാഗു കാണുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇവർക്ക് 3 പേർക്കും കോമൺ ആയിട്ട് ഒരു സംഖ്യ പോലും ഇല്ല. കോമൺ ആയിട്ട് ഒരു സംഖ്യ പോലും ഇല്ലെങ്കിൽ അവരെ 3 പേരെയും കൂടെ ഗുണിക്കുന്നതായിരിക്കും എന്ത്? ലസാഗു എന്ന് പറയുന്നത്. നേരെ മറിച്ച് 2, 4, 6 ഇതിനെ ലസാഗു കാണാനാണ് പറയുന്നതെങ്കിലോ ആദ്യം 2 ഹരിച്ചു. അപ്പോൾ 1, 2, 3 എന്ന് കിട്ടി. 2നെ 2 ഹരിച്ചാൽ 1, 4നെ 2 ഹരിച്ചാൽ 2, 6നെ 2 ഹരിച്ചാൽ 3. ഇനി നോക്കിക്കേ, 1, 2, 3 ഇവർക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇനി ഹരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എല്ല് പോലെ ഗുണിക്കണം. ഇപ്പൊ 2 ഗുണം 1 ഗുണം 2 ഗുണം 3 അതാണ് നമ്മളുടെ ലസാഗു. ഇപ്പൊ 2 ഗുണം 2 4, 4 ഗുണം 3 12. 12 ആണ് നമ്മളുടെ ലസാഗു എന്ന് പറയുന്നത്. ഇനി ഉസാഖ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന അത്രയും സംഖ്യകളെയും ഒരേപോലെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഗുണിക്കുക, അതാണ് ഉസാഖ. ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ഈ സെയിം എക്സാമ്പിൾ എടുത്തോ. 2, 4, 6 ഞാൻ 2 ഹരിച്ചു. 2 എനിക്ക് 3 സംഖ്യകളെ ഒരേപോലെ ഹരിക്കത്തില്ലേ? ഹരിക്കാം. അപ്പം ഞാൻ 2നെ 2 ഹരിച്ചു 1, 4നെ 2 ഹരിച്ചു 2, 6നെ 2 ഹരിച്ചു 3 എന്ന് കിട്ടി. ഇനി ഇവരെ 3 പേരെയും എനിക്ക് ഹരിക്കാൻ പറ്റുന്ന കോമൺ സംഖ്യകൾ ഏതെങ്കിലും ഉണ്ടോ? ഒന്നല്ലാതെ, ഒന്നെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒന്നല്ലാതെ നമുക്ക് അവരെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളൊന്നുമില്ല. അപ്പം ഇവിടെ ഉസാഖ എത്രയായിരിക്കും? 2 ആയിരിക്കും. കണ്ടോ, ഏതൊക്കെ സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് എല്ലാവരെയും ഒരേപോലെ ഹരിക്കാം, അതാണ് നമ്മളുടെ ഉസാഖ എന്ന് പറയുന്നത്. ലസാഗു അങ്ങനെയല്ല. ലസാഗു മൊത്തത്തിൽ നമ്മൾ ഗുണിച്ചാണ് ആൻസർ എഴുതുന്നത്. ഉസാഖ എപ്പോഴും തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും ചെറുതോ അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതോ ആയിരിക്കും. ഇവിടെ ഇപ്പൊ 2, 4, 6 ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 2 അല്ലേ? അപ്പൊ ഒന്നെങ്കിൽ നമ്മുടെ ഉസാഖ 2 ആയിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായിരിക്കണം. ലസാഗു ആവട്ടെ നേരെ തിരിച്ചു. ഒന്നെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും വലുതായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും വലുതായിരിക്കും. ഇവിടെ നമുക്ക് വലിയ ആൻസർ അല്ലേ കിട്ടുള്ളൂ. 5 ഗുണം 2 10, 10 ഗുണം 3 30. അപ്പോൾ കിട്ടുന്ന വാല്യൂ എപ്പോഴും ഉസാഖയുടെ കേസിൽ ചെറുതും ലസാഗുവിൻ്റെ കേസിൽ വലുതുമായിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞ് നമ്മൾ പഠിക്കേണ്ട 1-2 ടോപ്പിക് ഉണ്ട്, അതും കൂടെ പറഞ്ഞു തരാം. ഒന്നാമത്തെ ടോപ്പിക്കാണ് കൃത്യംഗങ്ങൾ. എന്താണ് കൃത്യംഗങ്ങൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരെ എക്സ്പോണന്റുകൾ എന്ന് വിളിക്കും. എക്സ്പോണൻസിനെ ബേസ് ചെയ്തിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഫേസിലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്ര സ്ട്രെസ് കൊടുക്കാഞ്ഞ്. ഒരു ഫേസിലാവട്ടെ ഇതിനുള്ള കുറച്ചധികം ചോദ്യങ്ങൾ ഒരുമിച്ചും ചോദിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ എക്സ്പോണൻസ് പഠിക്കണം. എക്സ്പോണൻസിൽ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൃത്യംഗങ്ങൾ എക്സ്പോണൻസ് എന്നൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് ഒന്ന് കണ്ടിട്ട് എക്സാമിന് പോകാവുള്ളൂ കേട്ടോ. അടുത്തത് രണ്ടാമത്തെ നമ്മുടെ ടോപ്പിക്കാണ് റേഷ്യോ കേട്ടോ. അംശബന്ധം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അംശബന്ധത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ 2 ഫേസിൽ ചോദിച്ചിരുന്നു. അപ്പോൾ 2 ഫേസിൽ ചോദിച്ചത് കൊണ്ട് ഇനി ചോദിച്ചുകൂടാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. റേഷ്യോനെ വളരെ സിമ്പിളായിട്ട് ഇപ്പം നമുക്ക് A:B തരും,
എന്നിട്ട് B/C തരും. അങ്ങനെയാണെങ്കിൽ A/B/C എത്ര? അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ട് നിങ്ങൾ കാർഡ് കയറി പഠിക്കണമെന്നൊന്നും ചിന്തിക്കേണ്ട, ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണേ. അപ്പോൾ റേഷ്യോയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പാറ്റേൺസ് എല്ലാം ഉൾപ്പെടുത്തി നമ്മളൊരു റേഷ്യോ അംശബന്ധം എന്നൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെങ്കിലും പോയി കാണുക, പഠിക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ് തന്നെ കാണണം ഞാൻ ഒരു നിർബന്ധവും പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ആരുടെ ക്ലാസ് കണ്ടാൽ മനസ്സിലാകുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എൻ്റെ നോട്ട്സോ മെറ്റീരിയലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടിരുന്ന് പഠിക്കുക, കണ്ടുപിടിക്കുക കേട്ടോ. അല്ലാതെ ഞാൻ എൻ്റെ ക്ലാസ് തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷനായിട്ട് ചെയ്യുന്നതാണെന്നൊന്നും കരുതണ്ട. പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. മെറ്റീരിയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആരുടെ മെറ്റീരിയൽ വേണമെങ്കിലും സെലക്ട് ചെയ്യുക, ഇരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പരീക്ഷ എളുപ്പമായിരിക്കും എന്ന് തന്നെ ചിന്തിക്കുക. കാരണം കഴിഞ്ഞ ഫേസുകളെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഈ ഫേസും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കടന്നു പോകും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. എല്ലാവർക്കും വളരെ പെട്ടെന്ന് ജോലി കിട്ടാൻ പറ്റട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.